രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കും. കേന്ദ്ര സർക്കാർ ഒരാഴ്ചക്കകം തീരുമാനമെടുക്കുമെന്നാണ് സൂചന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് 50 രൂപ വരെയും വർദ്ധിപ്പിക്കാനാണ് ആലോചന. വിമാന ഇന്ധനവില വർധനയെ തുടർന്ന് ജൂലൈ വരെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കി. ഇന്ധനവില വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഭീമമായ നഷ്ടം സഹിച്ചു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ധനവില എത്ര വർദ്ധിപ്പിക്കണം, എപ്പോൾ പ്രാബല്യത്തിൽ വരുത്തണം, ജനങ്ങൾക്കുണ്ടാകുന്ന ആഘാതം ഇളവുകൾ പ്രഖ്യാപിച്ച് കുറയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആലോചിക്കുന്നത്. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിലും ഇറക്കുമതി പ്രതിസന്ധിയിലും പുരോഗതി ഉണ്ടാകാത്തതിനാൽ വിലക്കയറ്റം അനിവാര്യമായിരിക്കുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നു. ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വ്യക്തമാക്കി. 7 ദിവസത്തിനകം പൊതുമേഖലാ എണ്ണ കമ്പനികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വില വർധനവ് പ്രഖ്യാപിക്കുക. അതേസമയം വിമാന ഇന്ധനത്തിന്റെ വില അന്താരാഷ്ട്ര സർവീസുകളിൽ 5% വീണ്ടും വർദ്ധിച്ചതോടെയാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലേക്ക് എയർ ഇന്ത്യ എത്തിയത്. ജൂൺ ജൂലൈ മാസത്തേക്ക് പ്രതിദിനം 100 സർവീസുകൾ കുറയ്ക്കുന്നുവെന്ന് കമ്പനി അറിയിപ്പ് നൽകി. നിലവിൽ 10% സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ആഭ്യന്തര സർവീസുകളിലെ ഭക്ഷണ വിതരണവും ഒഴിവാക്കിയേക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.